ഒരു മഴയാന്ന് വെള്ളപ്പൊക്കാന്ന് പറയും. മഴയല്ല ഒന്ന് ചൂടാക്കാം. ഇവിടുന്ന് പുകവലിക്കരുത്, ഇത് പൊതുസ്ഥലമാണ്. പൊതുസ്ഥലത്ത് പുകവലിക്കാൻ പാടില്ലെന്ന് അറിയില്ല. ബോർഡ് കണ്ടിട്ടില്ലേ? ഇതാ, ഇതിപ്പോ പൊതുസ്ഥലല്ലല്ലോ. ഇപ്പൊ നമ്മള് രഘുവിന്റെ പീടിയല്ലേ? രഘുവിന്റെ വീഡിയോ മാത്രമല്ല, രണ്ടാളിൽ കൂടുതലുള്ള എല്ലാ സ്ഥലവും പൊതുസ്ഥലമാണ്. അവിടെ ഇരുന്ന് പുകവലിക്കാൻ പാടില്ല, അതിനാണ് ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്കറിയില്ല. ഞാനിപ്പോ പണിയും കഴിഞ്ഞ് വന്ന് ചായയും കുടിച്ച് നേടിയിരിക്കുമ്പോൾ ഒരു സിഗരറ്റ് വലിച്ചേക്കാന്ന് വെച്ചിട്ട് ഇരുന്നാണ്. 2003 കോട്ട് ആക്ട് പ്രകാരം പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് ശാർഹമാണ്. രാമേട്ട എത്ര കാലായി രാമേട്ട ഞാൻ പറയുന്നത് എടുത്ത് വലിക്കാൻ പാടില്ലാന്ന്. ഇങ്ങോട്ട് എത്ര വട്ടാ ഇത് പറയണ്ട രാമേട്ട? ഇനിയും ഒന്ന് നിർത്തിക്കൂടെ രാമേട്ട? ഇത് ഇനി എഴുന്നൂറ് വലിക്കേണ്ടത് വേണ്ടൊക്കെ വേണ്ട, നമ്മ പോയിക്കോളാം. രാമേട്ടാ, ഒരു കാര്യം മനസ്സിലാക്കാം. നിങ്ങൾ സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായി. പുകവലി എത്രയും പെട്ടെന്ന് നിർത്തുക. കാരണം വെച്ചാൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. നിങ്ങൾ ആരോഗ്യത്തിന് ഭയങ്കര ദോഷമാണ്. നിങ്ങൾ ഒരുപാട് വയസ്സായി ഇങ്ങനെ പുകവലിക്കാൻ പാടില്ല. പുകവലിക്ക് നിങ്ങൾ വിൽക്കുന്ന പുക നിങ്ങൾക്ക് മാത്രമല്ല തൊട്ടടുത്ത് നിൽക്കുന്ന ആളെയും കൂടി ബാധിക്കും. അതിന് പാസീവ് സ്മോക്കിംഗ് എന്നാണ് പറയാം. പാസീവ് സ്മോക്കിങ്ങിനെ കൊണ്ട് നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾക്കാർക്കും ദോഷമുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, പുകവലിനെ കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ദോഷം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്യാൻസർ വരാം, ശ്വാസകോശത്തിൽ ക്യാൻസർ വരാം, പ്രഷർ വരാം, പിന്നെ ഹാർട്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുകവലി നിർത്തുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? നമുക്ക് ഇതുവരെ ആരും ഇതൊന്നും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ട് പുകവലി ഇന്ന് തന്നെ നിർത്താൻ നോക്കുക. അതാണ് വേണ്ടത്. നാളത്തേക്കെന്ന് വെച്ചാൽ നിർത്താൻ കഴിയില്ല. നാളെയല്ലേ കുറച്ചിട്ട് കൊണ്ടെന്ന് വെച്ചാൽ നിർത്താൻ വെച്ചാൽ പറ്റില്ല. ഇന്ന് തന്നെ അങ്ങ് നിർത്തുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ആയിക്കോട്ടെ, എന്നാൽ പിന്നെ നമ്മൾ ഇന്ന് തന്നെ പുകവലി നിർത്തിയാക്കാം. നല്ല തീരുമാനം. നിർത്തിയാക്കാം. നമ്മൾ സിഗരറ്റ് സാറ് മുമ്പ് തന്നെയാണ്. നല്ല തീരുമാനം. വലിക്കൂല. നല്ല തീരുമാനം. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ഒന്നിച്ചൊന്നായി പോരാടാം ഈ മഹാവിപത്തിനെതിരെ.